ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഒരു ചെറുപയർ കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അതിനിതാ ഒരു 4 സ്പൂണ് ചെറുപയർ എടുക്കുക. ഇതിന് 4 സ്പൂണാണ് കേട്ടോ എടുത്തത്. എന്നിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അതാ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതെടുത്തിട്ട് ഇതിന് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, ലേശം ഉപ്പും, പാകത്തിന് ഉപ്പും, എന്നിട്ട് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതെടുത്തിട്ട് അടുപ്പത്ത് വെക്കാം. ഓക്കെ, നല്ലോണം ചെറുപയർ വേവിക്കട്ടെ. എന്നിട്ടത് അപ്പോഴത്തേക്ക് നമ്മൾ പൂള ഇടുന്നുണ്ട് ഇതിലേക്ക്. പൂളയും ചെറുപയറും കൂടി തേങ്ങ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ബാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മളെ ഗ്യാസ് ഓണാക്കി അടുപ്പത്ത് വെച്ച് ഇനി അതവിടെ കിടന്ന് വേവട്ടെ കേട്ടോ. ചെറുപയർ കറിയിൽ ഞാൻ പൂള ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ പൂള നല്ല കഴുകി വൃത്തിയാക്കി വെച്ച പൂള അത് ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ. ഈ പാത്രത്തിലേക്ക് പൂളിട്ട് ശേഷം വെള്ളം ഒഴിക്കുക. ലേശം മഞ്ഞൾപ്പൊടി, നല്ലൊരു ടേസ്റ്റിന് ലേശം മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ടിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ പൂളയും ഒരടുപ്പത്ത് ചെറുപയറും രണ്ടും വേവട്ടെ കേട്ടോ. ഇത് വേകുമ്പോഴത്തേക്ക് നമുക്കൊരു അരപ്പ് ഉണ്ടാക്കണം. അതിനിതാ ഒരു 5 പച്ചമുളക്, ഈ സ്പൂണിന് ഒരു 2 ടീസ്പൂണ് വലിയ ജീരകം, പിന്നെ കുറച്ച് തേങ്ങ, ഒരു പിടി തേങ്ങ, ലേശം തേങ്ങ, പിന്നെ നമ്മുടെ ചെറിയുള്ളി, ഒരു 4 ചെറിയുള്ളി, ഒരു 4-5 ചെറിയുള്ളി ഇട്ടിട്ട് നല്ലോണം മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. നമ്മളെ തേങ്ങ ഒതുക്കിയത് റെഡി ആയിട്ടാണ്. ഇനി നമുക്ക് പൂളയും ചെറുപയറൊക്കെ വെന്തോന്ന് നോക്കാം. നമ്മളെ പൂള നല്ലോ വെട്ടി തിളയ്ക്കുന്നുണ്ട്. അപ്പം നമുക്കതെടുത്ത് ഓഫാക്കട്ടാം. കുക്കറിൽ ഞാനിതാ ഈ ചെറുപയർ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുപയർ ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഇനി നമുക്ക് ചെറുപയറിലേക്ക് ഈ പൂളയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നല്ലോണം സെറ്റാക്കിയെടുക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ നല്ലോണം വെള്ളം വറ്റിയൊക്കെ വന്ന് അതിലേക്ക് അരപ്പ് ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി മിക്സാക്കുക. അത് ഫുള്ളായിട്ട് മിക്സാക്കുക. ഇനി അതൊന്നും കൂടി നല്ലോണം തിളയ്ക്കട്ടെ. അപ്പം നമ്മളെ ചട്ടി ചൂടായി, അതിലേക്ക് നമ്മളെ കടുക് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. അപ്പം അതാ നമ്മളെ കടുകൊക്കെ നല്ല പൊട്ടി. അതിലേക്ക് ലേശം ചെറുള്ളി, അപ്പോൾ അതാ നമ്മൾ ചെറിയുള്ളി നല്ല ചോട്ട് വരും. അതിലേക്ക് കറിവേപ്പില,
ഉണക്കമുളകും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കും. അപ്പോൾ ഇതാ നമ്മൾ നല്ലോണം ചുവത്തിന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വറവ് വെച്ചിട്ട് അടിപൊളി കണ്ടോ, അടിപൊളിയായി. ഇനി നമുക്കിത് എടുത്തിട്ട് കുറച്ചൊരു പാത്രത്തിലേക്ക് എടുക്കാം. മാഷാ അല്ലാ, അടിപൊളിയായില്ല. നല്ല ബീഫ് കറിയോ ചിക്കൻ കറിയോ നല്ല മീൻ മുളകിട്ടതോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് അങ്ങോട്ട് കഴിക്കുക.